വരച്ച് വരച്ച് ഞാനിപ്പോൾ ഇതിന് അഡിക്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡൂഡിൽ ആർട്ട് വരയ്ക്കാനിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. കിട്ടുന്ന പേപ്പറിലൊക്കെ ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിക്ചറാണ്. ആദ്യം തന്നെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക, അതിന് ചുറ്റും കുറേ പെറ്റൽസ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇന്ന ഷേപ്പിലൊന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേജിൽ നമുക്ക് എത്രത്തോളം കൊള്ളാവുന്ന അത്രയും നമുക്ക് ഇതുപോലെ പെറ്റൽസ് നല്ല രീതിക്ക് തന്നെ വരച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊന്ന് പേന വെച്ച് വരച്ചപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്കെച്ച് കൊണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി നല്ലൊരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസൊക്കെ ഒന്ന് കട്ടി കുറഞ്ഞ് നമുക്ക് കുറച്ച് ലൈൻസൊക്കെ ഇങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. ഇത് വരയ്ക്കാനായിട്ടാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ടൈം വേണ്ടെങ്കിലും വരച്ച് വരച്ച് നമ്മളിത് തീരുന്നതേ അറിയില്ല കേട്ടോ. നമുക്കിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിതുപോലെ വരച്ച് വരച്ച് പോയി വരച്ച് തീരുന്നത് കൂടെ നമ്മൾ അറിയില്ല കേട്ടോ. അതേപോലെ വരയ്ക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പിക്ചറിൻ്റെ ബ്ലൂ പെൻ വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ബ്ലാക്ക് കളറിലും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്കിത് വരച്ചിട്ട് തോന്നിയത് ബ്ലൂ ആണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലേക്ക് ഒരു ഷെയ്ഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.